Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ C404 സിവിൽ എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ 13th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നെറ്റ്വർക്ക് അനാലിസിസിൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡാണ് കഴിഞ്ഞ 2 ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസിലെ രണ്ടാമത്തെ മെത്തേഡായ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് ടെക്നിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. ഇറ്റ് ഈസ് എ ടൂൾ യൂസ്ഡ് ഇൻ ദ മാനേജ്മെൻറ്റ് ഫോർ പ്ലാനിങ്, കൺട്രോളിങ് ആൻഡ് റിസീവിങ് ദ പ്രോഗ്രസ് ഓഫ് എ വർക്ക്. ഇപ്പോൾ ഒരു പ്രോജക്റ്റ് വർക്കിൻ്റെ പ്രോഗ്രസ്സും കൺട്രോളിങ്, പ്ലാനിങ്, റിസീവിങ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റൽ ടൂളാണ് ഈ ടെക്നിക് എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ ടെക്നിക് that statistically presents knowledge about activities and their uncertainties. ഈ ഒരു ടെക്നിക്കിൽ ആ ഒരു പ്രൊജക്റ്റിൽ ഇൻവോൾവ് ചെയ്തേക്കുന്ന ഓരോ വർക്ക് അല്ലെങ്കിൽ ആക്ടിവിറ്റിയും അതിലുണ്ടാകുന്ന അൺസർട്ടനിറ്റിയും തമ്മിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മളിതിനകത്ത് മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത്. ഇറ്റ്സ് എ മാനേജർ ടൂൾ വിച്ച് ഗിവ്സ് ഡയറക്ഷൻ ആൻഡ് ടെക്നിക്ക്. ഇത് ആക്ച്വലി ഒരു മാനേജർ ലെവലിലുള്ള ഒരു ടൂളാണ്. അതായത് ആ പ്രോജക്റ്റിൻ്റെ ഡയറക്ഷനും ടെക്നിക്കിനെ പറ്റിയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളാണ് ഈ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ. It is used in research and development type projects such as space technology development, defense industry, aerospace industry, etc. അപ്പോൾ ഈ അനാലിസിസ് അല്ലെങ്കിൽ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു R&D ടൈപ്പ് പ്രോജക്റ്റുകൾക്കായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾക്കാണ് കൂടുതൽ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ സ്പേസ് ടെക്നോളജി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ്, ഡിഫൻസ് ഇൻഡസ്ട്രിയിൽ വരുന്ന പ്രോജക്റ്റുകൾ, എയറോസ്പേസ് ഇൻഡസ്ട്രിയിലെ വർക്കുകൾ. കൂടുതൽ അൺസർട്ടനിറ്റീസ് ഒക്കർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രോജക്റ്റുകളാണ് ഇതൊക്കെ. അവിടെയാണ് നമ്മൾ ഈ പെർട്ടിൻ്റെ ടെക്നിക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് ടെക്നിക്ക് അല്ലെങ്കിൽ മെത്തേഡിലെ പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. ഇറ്റ് വർക്ക്സ് ആസ് എ ടൂൾ ടു ഡിഫൈൻ ആൻഡ് കോർഡിനേറ്റ് വേരിയസ് ഓപ്പറേഷൻസ് ഇൻവോൾവ് ഇൻ ദ പ്രോജക്റ്റ്. PERT gives the direction to the manager what must be done to accomplish the objectives of project successfully. അപ്പോൾ PERT ഒരു മാനേജറിന് ഒരു ഡയറക്ഷൻ കൊടുക്കും. എന്ത് ചെയ്താലാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് പ്രോജക്റ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ് അക്കംപ്ലിഷ് ചെയ്യുന്നതെന്നുള്ളത്. PERT cannot take decision itself, but it helps the manager to take a decision. അപ്പോൾ PERT എന്ന് പറയുന്ന ടെക്നിക്ക് വെച്ചിട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ PERT എന്ന് പറയുന്ന ടെക്നിക്ക് വെച്ചിട്ട് മാനേജറിന് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. PERT suggests a way to synchronize the various activity of project. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് വഴി ആ പ്രോജക്റ്റിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസിനെ നമുക്ക് സിങ്ക്രണൈസ് ചെയ്ത് ഒരുമിച്ച് കൂട്ടാനായിട്ട് പറ്റും. ഇറ്റ് റെപ്രസെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ അബൌട്ട് അൺസർട്ടനിറ്റീസ് ആൻഡ് കോമ്പ്യൂട്ടേഷൻ ടൈംസ് ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ് കണക്റ്റഡ് വിത്ത് പ്രോജക്റ്റ്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് വഴി നമുക്ക് എന്താണ് ആ ഒരു പ്രോജക്റ്റിലുണ്ടാകുന്ന പലതരത്തിലുള്ള അൺസർട്ടനിറ്റീസും പിന്നെ പലതരത്തിലുള്ള കാൽക്കുലേഷൻ ടൈമിൻ്റെ എസ്റ്റിമേഷൻസും ഒക്കെ ആക്ടിവിറ്റിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷനാണ് നമുക്ക് ഈ ഒരു ടെക്നിക്കിൽ നിന്ന് കിട്ടുന്നത്. ഇനി നമ്മൾ ഈ ടെക്നിക്കിൽ ഉപയോഗിക്കുന്ന ടൈം എസ്റ്റിമേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ CPM പഠിച്ചപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ഇവൻറ്റ് ടൈം, ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം, അങ്ങനെ കുറേ ടൈംസ് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഇതേപോലെ PERTൻ്റെ കാൽക്കുലേഷനിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന 3 ടൈം എസ്റ്റിമേറ്റ്സ് ഉണ്ട്. ഒന്ന് ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്, നമ്മൾ TO വെച്ചിട്ടാണ് നോട്ടേറ്റ് ചെയ്യുന്നത്. പെസമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് TP വെച്ചിട്ടാണ് നോട്ടേറ്റ് ചെയ്യുന്നത്. മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് TL വെച്ചിട്ടാണ് നോട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്. ദ ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈം ടു കംപ്ലീറ്റ് ആൻ ആക്ടിവിറ്റി അണ്ടർ ഐഡിയൽ കണ്ടീഷൻ ഈസ് നോൺ ആസ് ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്. ഒരു ഐഡിയൽ കണ്ടീഷനിൽ, സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള കണ്ടീഷനിൽ ഒരു പ്രോജക്റ്റ് ഏറ്റവും ഷോർട്ടാക്കി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഇൻ ദ എസ്റ്റിമേഷൻ ഓഫ് TO, കണ്ടീഷൻ ഓഫ് വർക്കിംഗ് ഹാവ് ബീൻ അസ്യൂംഡ് ഹാവിങ് നോ പ്രോബ്ലംസ് ആൻഡ് അഡ്വേഴ്സ് കണ്ടീഷൻ. അപ്പോൾ TOയുടെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വർക്കിംഗ് കണ്ടീഷനെ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ അഡ്വേഴ്സ് കണ്ടീഷൻ ഒന്നും വരാത്ത രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തെടുക്കുന്നത്. രണ്ടാമത്തത് പെസമിസ്റ്റിക് ടൈം TP. ഇറ്റ് ഈസ് എ മാക്സിമം ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ആൻ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മാക്സിമം എത്ര ടൈം എടുക്കും അതിനാണ് നമ്മൾ പെസിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത്. ഇൻ ദ എസ്റ്റിമേഷൻ ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ആക്ടിവിറ്റി ഹാസ് ബീൻ കംപ്ലീറ്റഡ് അണ്ടർ അബ്നോർമൽ സിറ്റുവേഷൻസ് ബട്ട് നോട്ട് ഹൈലി അൺയൂഷ്വൽ സിറ്റുവേഷൻസ് ലൈക്ക് ഫയർ ഹസാർഡ്സ്, എർത്ത് ക്വേക്ക്, ഫ്ലഡ്സ്, എക്സെട്ര. അപ്പോൾ ഒരു പ്രോജക്റ്റ്
തീർക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മാക്സിമം ടൈമാണ് പെസിമിസ്റ്റിക് ടൈം അല്ലെങ്കിൽ ടി പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടി പി നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത്, കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്നത് ഈ പ്രോജക്റ്റ് ഒരു അബ്നോർമൽ കണ്ടീഷനിലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എത്രത്തോളം ടൈം ആയിരിക്കും എക്സ്ട്രാ വരുന്നത് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഈ ഒരു പെസിമിസ്റ്റിക് ടൈം കണ്ടുപിടിക്കുമ്പോൾ ഫയർ ഹസാർഡ്സോ എർത്ത് ക്വേക്കോ ഫ്ലഡ്സോ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതേപോലത്തെ ഹെവി കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. എങ്കിലും ഒരു അബ്നോർമൽ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റിന് എത്ര ടൈം എടുക്കും അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്ത മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് TL. മോസ്റ്റ് ഓഫൺ ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ആൻ ആക്ടിവിറ്റി അണ്ടർ നോർമൽ കണ്ടീഷൻ ഈസ് കോൾഡ് മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ്. അതായത് നോർമൽ കണ്ടീഷനിൽ എല്ലാം നോർമലായിട്ട് സംഭവിക്കുന്ന പ്രാക്ടിക്കൽ കേസിൽ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കും അതിനാണ് നമ്മൾ മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറയുന്നത്. ദിസ് ടൈം ലൈസ് ബിറ്റ്വീൻ TO ആൻഡ് TP. അപ്പോൾ മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമിസ്റ്റിക് ടൈമിൻ്റെയും പെസിമിസ്റ്റിക് ടൈമിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ടൈം എസ്റ്റിമേറ്റ് ആണ് മോസ്റ്റ് ലൈക്ലി ടൈം. ദിസ് ടൈം എസ്റ്റിമേറ്റ് റിഫ്ലക്ട്സ് ദ നോർമൽ കണ്ടീഷൻ. അപ്പോൾ നോർമൽ കണ്ടീഷനിലെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ടൈം എസ്റ്റിമേറ്റ്സ് ആണ് ഈ ഒരു മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റിൽ നമുക്ക് കിട്ടുന്നത്. ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ കർവ്. ഓക്കെ, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമല്ല. നമ്മൾ ഈ പെർട്ടിൽ ഉപയോഗിക്കുന്ന ആ ഒരു കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബേസിക് കൺസെപ്റ്റാണ് ഈ ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറഞ്ഞാൽ. ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വിച്ച് ഈസ് നോട്ട് സിമെട്രിക്കൽ അബൌട്ട് ഇറ്റ്സ് അപ്പെക്സ് പോയിന്റ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പെർട്ട് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബബിലിസ്റ്റിക് മെത്തേഡാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന് വേണ്ടി നമ്മൾ എടുക്കുന്നതാണ് ഈ ഒരു ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ കർവ്. ദ ഷേപ്പ് ഓഫ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് അസോസിയേറ്റ് വിത്ത് 3 ടൈം എസ്റ്റിമേറ്റ് ഓഫ് പെർട്ട്. അപ്പോൾ ഈ ഒരു ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ കർവിൽ നമ്മൾ പെർട്ട് അനാലിസിസിന് എടുക്കുമ്പോൾ അതിനകത്ത് ഈ 3 ടൈം എസ്റ്റിമേറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ 3 ടൈം എസ്റ്റിമേറ്റ്സ് നമ്മൾ അതിനകത്ത് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. പീക്ക് കറസ്പോണ്ടിങ് ടു മോസ്റ്റ് ലൈക്ലി ടൈം. അപ്പോൾ ആ ഒരു കർവിൻ്റെ ഏറ്റവും പീക്ക് വാല്യൂ ആണ് മോസ്റ്റ് ലൈക്ലി ടൈം. നമ്മളിപ്പോൾ TL എന്ന് പറഞ്ഞാൽ അല്ലേ, മോസ്റ്റ് ലൈക്ലി ടൈം TL. അതെ, ഓൾസോ കോൾഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്. അപ്പോൾ നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. S4 നമ്മൾ മാത്സ് പഠിക്കുന്നുണ്ട്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്നൊക്കെ പറഞ്ഞ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക, വേരിയൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു പെർട്ടിൻ്റെ അനാലിസിസും വരുന്നത്. ഫ്രം ദ ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ കർവ്, എക്സ്പെക്റ്റഡ് ടൈം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ് ഓഫ് ഈച്ച് ആക്ടിവിറ്റി ഓഫ് പെർട്ട് നെറ്റ്വർക്ക് ക്യാൻ ബി ഡിറ്റർമൈൻഡ്. അപ്പോൾ ഈ ഒരു ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ കർവ് വെച്ചിട്ട് നമുക്ക് ആ ഒരു പ്രോജക്റ്റിൻ്റെ പെർട്ട് അനാലിസിസിന് യൂസ് ചെയ്യുന്ന എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതാണ് അതിൻ്റെ ഒരു ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ കർവിൻ്റെ ഒരു സാമ്പിൾ കർവ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ കർവായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു സിമെട്രിക്കൽ കർവ് അല്ല. ഇനി ഇതിൻ്റെ പീക്ക് പോയിൻ്റായിട്ട് നമ്മൾ എടുക്കുന്നത് മോസ്റ്റ് ലൈക്ലി ടൈമാണ്. ഇതിൻ്റെ ലോവർ പോയിൻ്റായിട്ട് എടുക്കുന്നത് നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ടൈമും, ഇതിൻ്റെ മാക്സിമം പോയിൻ്റായിട്ട് നമ്മൾ എടുക്കുന്നത് പെസിമിസ്റ്റിക് ടൈമുമാണ്. ഈ ഒരു കർവിനെയാണ് നമ്മൾ ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എക്സ് ബാർ കണ്ടുപിടിക്കാനായിട്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആവറേജ് ടൈം കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ഒപ്റ്റിമിസ്റ്റിക് ടൈം പ്ലസ് 4 ടൈംസ് ദ മോസ്റ്റ് ലൈക്ലി ടൈം പ്ലസ് പെസിമിസ്റ്റിക് ടൈം ഹോൾ ഡിവൈഡഡ് ബൈ 6. അപ്പോൾ നമുക്ക് 3 ടൈം എസ്റ്റിമേറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, ഒപ്റ്റിമിസ്റ്റിക് ടൈം, ലോസ്റ്റ് ലൈക്ലി ടൈമും പെസിമിസ്റ്റിക് ടൈമും. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ഒക്കർ ചെയ്യാനായിട്ടുള്ള ആവറേജ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനാണ് എക്സ് ബാർ, അല്ലെങ്കിൽ ആവറേജ് ടൈം ഈസ് ഈക്വൽ ടു ഒപ്റ്റിമിസ്റ്റിക് ടൈം പ്ലസ് 4 ടൈംസ് ലോസ്റ്റ് ലൈക്ലി ടൈം പ്ലസ് പെസിമിസ്റ്റിക് ടൈം ഹോൾ ഡിവൈഡഡ് ബൈ 6. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എക്സ്പെക്റ്റഡ് ടൈം T, ഇറ്റ് ഈസ് എ വെയ്റ്റഡ് ആവറേജ് ഓഫ് TO, TP ആൻഡ് TL. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 3 ടൈം എസ്റ്റിമേറ്റ്സ് ഉണ്ട്, ഒപ്റ്റിമിസ്റ്റിക്, പെസിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി. ഇതിൻ്റെ 3ൻ്റെയും വെയ്റ്റഡ് ആവറേജിനെ നമ്മൾ എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയും. അപ്പോൾ ഒരു ആക്ടിവിറ്റി എന്നാൽ ഈ 3 ഡീറ്റെയിലും തരും. ഇതൊരു 3 കണ്ടീഷനിൽ ഒക്കർ ചെയ്യാൻ വേണ്ടിയുള്ള ടൈം തരും. അത് വെച്ചിട്ട് നമ്മൾ ആ ഇവൻറ്റിൻ്റെ എക്സ്പെക്റ്റഡ് ടൈം TE കണ്ടുപിടിക്കണം. If the exact shape of the probability distribution is known, the average or expected time can be calculated by, ഇപ്പോൾ എക്സ്പെക്റ്റഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒപ്റ്റിമിസ്റ്റിക് ടൈം പ്ലസ് 4 ടൈംസ് ദ മോസ്റ്റ് ലൈക്ലി ടൈം പ്ലസ് പെസിമിസ്റ്റിക് ടൈം ഹോൾ ഡിവൈഡഡ് ബൈ 6 ആണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ TP മൈനസ് TO ഡിവൈഡ് ബൈ 6, പെസിമിസ്റ്റിക് ടൈം മൈനസ് ഒപ്റ്റിമിസ്റ്റിക് ടൈം ഡിവൈഡ് ബൈ 6. ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. വേരിയൻസ് ഓഫ് ആൻ ആക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ
വേരിയൻസ് എന്ന് പറയുമ്പോൾ സിഗ്മ സ്ക്വയർ ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ്റെ സ്ക്വയർ എടുക്കുക, ടി പി മൈനസ് ടി നോട്ട് ബൈ 6 ദ ഹോൾ സ്ക്വയർ. വേരിയൻസ് ഈസ് ദ മെഷർ ഓഫ് അൺസർട്ടനാലിറ്റി. ഒരു ആക്ടിവിറ്റിയുടെ അൺസർട്ടാനിറ്റി കണ്ടുപിടിക്കുന്നതാണ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ. ഗ്രേറ്റർ ദ വാല്യൂ ഓഫ് ദ വേരിയൻസ് ഗ്രേറ്റർ വിൽ ബി അൺസർട്ടനാലിറ്റി. അപ്പോൾ ഒരു ആക്ടിവിറ്റിയുടെ വേരിയൻസ് കണ്ടുപിടിച്ചിട്ട് അത് ഗ്രേറ്റർ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു ആക്ടിവിറ്റി സംഭവിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള അൺസർട്ടനാലിറ്റി വളരെ കൂടുതലായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ അകത്ത് വരുന്ന 2-3 ഡെഫിനീഷൻസ് ആണ്. ഏർലിയർ എക്സ്പെക്റ്റഡ് ടൈം, ടി എൽ. നമ്മൾ CPM പറഞ്ഞ അതേ ഡെഫിനീഷൻ തന്നെയാണ് വരുന്നത്. TE, earliest expected time. It is a time when an event can be expected to occur. ഒരു ഇവൻറ്റ് നമുക്ക് ഒക്കർ ചെയ്യാനായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടൈമാണ് ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം. അടുത്ത ലേറ്റസ്റ്റ് അലവബിൾ ഒക്കറൻസ് ടൈം, TL എന്ന് പറയും. ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് ടൈം ബൈ വിച്ച് ആൻ ഇവൻറ്റ് മസ്റ്റ് ഒക്കർ ടു കീപ് ദ പ്രോജക്റ്റ് ഓൺ ഷെഡ്യൂൾ. അപ്പോൾ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലേറ്റസ്റ്റ് ടൈം, മാക്സിമം ടൈമിനെയാണ് TL എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു ഇവൻറ്റ് ഉണ്ടാകുമ്പോൾ ആ പ്രോജക്റ്റിൽ ആസ് പെർ ഷെഡ്യൂൾ തന്നെ ആയിരിക്കണം. അടുത്തത് സ്ലാക്ക്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലേറ്റസ്റ്റ് ടൈം TL ആൻഡ് ദ ഏർലിയസ്റ്റ് ടൈം TE. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. സ്ലാക്ക് എന്ന് പറയുമ്പോൾ TL മൈനസ് TE വാല്യൂവിനാണ് നമ്മൾ സ്ലാക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 3 ടൈപ്പ് സ്ലാക്ക് ഉണ്ട്. പോസിറ്റീവ് സ്ലാക്ക് ഉണ്ട്, സീറോ സ്ലാക്ക് ഉണ്ട്, നെഗറ്റീവ് സ്ലാക്ക് ഉണ്ട്. പോസിറ്റീവ് സ്ലാക്ക് എന്ന് പറഞ്ഞാൽ TL ഗ്രേറ്റർ ദാൻ TE ആണെങ്കിൽ സ്ലാക്ക് കിട്ടുന്ന വാല്യൂ, എസിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും അല്ലേ. നമുക്കറിയാം സ്ലാക്കിൻ്റെ ഇക്വേഷൻ TL മൈനസ് TE ആണ്. അപ്പോൾ TL ഗ്രേറ്റർ ദാൻ TE ആണെങ്കിൽ സ്ലാക്കിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ആൻ എഹെഡ് ഷെഡ്യൂൾ കണ്ടീഷൻ, ദാറ്റ് ഈസ് വർക്ക് വിൽ ബി കംപ്ലീറ്റഡ് ഏർലിയർ ദാൻ ഷെഡ്യൂൾ. അപ്പോൾ പോസിറ്റീവ് സ്ലാക്ക് കിട്ടിയതിൻ്റെ അർത്ഥം വർക്ക് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വർക്ക് നമ്മൾ ഷെഡ്യൂൾ ചെയ്തേക്കുന്നതിനേക്കാളും വളരെ നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്യും. അടുത്തത് സീറോ സ്ലാക്ക്. സീറോ സ്ലാക്ക് എപ്പോഴായിരിക്കും? TL ഈസ് ഈക്വൽ ടു TE എന്ന് പറയുന്ന കണ്ടീഷനാണ് സീറോ സ്ലാക്ക്. ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കണ്ടീഷൻ, അതായത് വർക്ക് ആസ് പെർ ഷെഡ്യൂളാണ് പോകുന്നത്, നേരത്തെയോ അല്ല ഡിലേയോ അല്ല, കറക്റ്റ് നമ്മൾ ഇട്ടേക്കുന്ന ടൈമും ഡേറ്റിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സീറോ സ്ലാക്കിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അടുത്തത് നെഗറ്റീവ് സ്ലാക്ക്. എപ്പോഴായിരിക്കും നെഗറ്റീവ് സ്ലാക്ക് കിട്ടുന്നത്? TL ലെസ് ദാൻ TE വാല്യൂ ആകുമ്പോഴാണ്. ഇറ്റ് ഹാപ്പൻസ് വെൻ ദ ഷെഡ്യൂൾ ടൈം ഓഫ് കംപ്ലീഷൻ ഈസ് ലെസ് ദാൻ TE. അപ്പോൾ നമ്മൾ ഷെഡ്യൂൾഡ് ടൈം എന്ന് പറഞ്ഞാൽ TEനേക്കാളും ലെസ്സർ ആണെങ്കിലാണ് ഈ ഒരു നെഗറ്റീവ് സ്ലാക്ക് വരുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ദിസ് ഇൻഡിക്കേറ്റ് ദ കണ്ടീഷൻ ദാറ്റ് ദ വർക്ക് ഓഫ് പ്രോജക്റ്റ് ഈസ് ബിഹൈൻഡ് ദ ഷെഡ്യൂൾ. നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നതിൻ്റെ ബാക്കിലാണ് നമ്മുടെ വർക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അതായത് ഡിലേ ആണ്. അതാണ് നെഗറ്റീവ് സ്ലാക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ക്രിട്ടിക്കൽ പാത്ത്. ഇപ്പോൾ ഈ ഒരു പെർട്ട് മെത്തേഡിൽ നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാനായിട്ടുണ്ട്, എങ്കിലേ നമുക്ക് പ്രോജക്റ്റ് ഡ്യൂറേഷനും കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ CPM ഡിഫൈൻ ചെയ്തതാണ്, ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു പോവാം. ദ പാത്ത് ദാറ്റ് കണക്ട്സ് ദ ഇവൻറ്റ്സ് വിത്ത് സീറോ സ്ലാക്ക് ഓർ മിനിമം സ്ലാക്ക്. അപ്പോൾ സീറോ സ്ലാക്ക് വരുന്ന ഇവൻറ്റിനെ എല്ലാത്തിനെയും കൂടി കണക്ട് ചെയ്ത് വരക്കുന്നതിനാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ഓൾ ഇവൻറ്റ് അലോങ് എ ക്രിട്ടിക്കൽ പാത്ത് ആർ കൺസിഡേർഡ് ടു ബി ക്രിട്ടിക്കൽ ഇൻ ദ സെൻസ് ദാറ്റ് എനി ഡിലേ ഇൻ ദിയർ ഒക്കറൻസ് വിൽ റിസൾട്ട് ഇൻ ദ ഡിലേ ഇൻ ദ ഷെഡ്യൂൾഡ് പ്രൊജക്റ്റ് ഓഫ് ടൈം. അപ്പോൾ ക്രിട്ടിക്കൽ പാത്തിൽ വരുന്ന എല്ലാ ഇവൻറ്റും നമ്മൾ ക്രിട്ടിക്കലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ പറയുന്ന ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്തിൽ വരുന്ന ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടായാൽ ആ പ്രോജക്റ്റ് മൊത്തത്തിൽ ഡിലേ ആവും. ദ ലോങ്ങസ്റ്റ് പാത്ത് കണക്റ്റിംഗ് ദ ഇനീഷ്യൽ ആൻഡ് എൻഡ് ഇവൻറ്റ്. അപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു നെറ്റ്വർക്കിലുള്ള ഏറ്റവും ലോങ്ങസ്റ്റ് പാത്താണ്. അതായത് നമ്മളിങ്ങനെ ഒരു നെറ്റ്വർക്ക് എടുത്തു കഴിഞ്ഞാൽ പല റൂട്ട് നമുക്ക് വരച്ചു പോകാം. 1, 2, 3 അല്ലെങ്കിൽ 1, 4, 3 എന്നൊക്കെ പറഞ്ഞ് പല പല ആരോ മാർക്കറ്റ് ഡയറക്ഷൻസ് വെച്ച് പല റൂട്ടും വരക്കാം. അതിനകത്ത് ഏറ്റവും ലോങ്ങസ്റ്റ് പാത്ത്, ഏറ്റവും ലോങ്ങസ്റ്റ് ഡ്യൂറേഷൻ എടുക്കുന്ന പാത്തിനാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ഇനി അടുത്തത് CPM ആൻഡ് പെർട്ടിൻ്റെ ഡിഫറൻസ്. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡും പെർട്ട് മെത്തേഡും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? CPM ഇറ്റ് ഈസ് ബേസിക്കലി എ ഡിറ്റർമിനിസ്റ്റിക് അപ്രോച്ച് ഇൻ ഡിസൈൻ ഓഫ് നെറ്റ്വർക്ക്. പെർട്ട് എന്ന് പറഞ്ഞാൽ പ്രോബബിലിസ്റ്റിക് അപ്രോച്ചാണ്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ CPM എന്ന് പറഞ്ഞാൽ ഒരു ഡിറ്റർമിനിസ്റ്റിക് അപ്രോച്ചാണ്, കറക്റ്റ് എക്സാക്ട് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് പോകുന്നത്. പെർട്ട് എന്ന് വെച്ചാൽ പ്രോബബിലിസ്റ്റിക് ആണ്, എക്സ്പെക്റ്റേഷൻ ആണ്. ഇറ്റ് ഈസ് ആക്ടിവിറ്റി ഓറിയൻറ്റഡ്, പെർട്ട് ഈസ് ഇവൻറ്റ് ഓറിയൻറ്റഡ്. അപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഒരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്കാണ്. പെർട്ട് എന്ന് വെച്ചാൽ ഇവൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്കാണ്. ഫോർ ഈച്ച് ആക്ടിവിറ്റി ഓൺലി 1 ടൈം എസ്റ്റിമേറ്റ് ഈസ് റിക്വയർഡ്. ഫോർ ഈച്ച് ആക്ടിവിറ്റി 3 ടൈം എസ്റ്റിമേറ്റ്സ് ആർ റിക്വയർഡ്. അപ്പോൾ CPMൻ്റെ കാൽക്കുലേഷനിൽ ഓരോ ആക്ടിവിറ്റിക്കും ഒരു ടൈം എസ്റ്റിമേറ്റ് മതി. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ CPMൻ്റെ ക്വസ്റ്റ്യനിൽ ഒറ്റ ക്വസ്റ്റ്യൻ ടൈം ആയിരിക്കും തന്നേക്കുന്നത് ഓരോ ആക്ടിവിറ്റിക്കും. നേരെ മറിച്ച് പെർട്ടിൻ്റെ കാൽക്കുലേഷനിൽ നമുക്ക് ഗിവൺ ഡാറ്റയായിട്ട് ഓരോ ആക്ടിവിറ്റിക്കും 3 ടൈം
ഒപ്റ്റിമിസ്റ്റിക് ടൈം, പെസിമിസ്റ്റിക് ടൈം, മോസ്റ്റ് ലൈക്ലി ടൈം, ഇങ്ങനെ 3 ടൈം എസ്റ്റിമേറ്റ്സ് വേണം. The cost of project is the prime governing factor. There is an optimum duration of the project at which the cost is minimum. അപ്പോൾ CPM-ൻ്റെ മെയിനായിട്ടുള്ള എയിം എന്ന് പറഞ്ഞാൽ കോസ്റ്റാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഗവേണിംഗ് ഫാക്ടർ. അപ്പം നമ്മളെടുക്കുന്ന അസംഷൻ അല്ലെങ്കിൽ CPM മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കോസ്റ്റ് മിനിമം വരാനായിട്ട് ഒരു ഒപ്റ്റിമം ഡ്യൂറേഷനിൽ നമ്മൾ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കോസ്റ്റ് മിനിമത്തിൽ വരുള്ളൂ. ആ ഒരു അസംഷനിലാണ് നമ്മൾ ഈ CPM-ൽ ആക്ടിവിറ്റി ചെയ്യുന്നത്. പെർട്ടിൽ ഹിയർ ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ കോസ്റ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. ഇപ്പോൾ ഈ പെർട്ട് അനാലിസിസിൽ നമ്മൾ കോസ്റ്റും ടൈമും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് എടുക്കുന്നത്. ദസ് ടു ഗെറ്റ് ദ മിനിമം കോസ്റ്റ് ഡ്യൂറേഷൻ ഓഫ് ദ പ്രോജക്റ്റ് ഈസ് റെഡ്യൂസ് ടു മിനിമം. എത്രത്തോളം നമുക്ക് കോസ്റ്റ് കുറക്കണം അത്രത്തോളം നമ്മൾ ഡ്യൂറേഷൻ കുറക്കാം. ആ ഒരു കൺസെപ്റ്റിലാണ് പെർട്ട് വർക്ക് ചെയ്യുന്നത്. അടുത്ത ക്രിട്ടിക്കൽ പാത്ത് ഈസ് ദാറ്റ് പാത്ത് വിച്ച് ജോയിൻസ് ദ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് ദ നെറ്റ്വർക്ക് ഹാവിംഗ് 0 ടോട്ടൽ ഫ്ലോട്ട്. ഇപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ ടോട്ടൽ ഫ്ലോട്ടിൻ്റെ വാല്യൂ 0 വരുന്ന ആക്ടിവിറ്റിയാണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എല്ലാം കൂടി കണക്ട് ചെയ്ത് വരക്കുന്ന പാത്തിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ പാത്ത് ഇനി പെർട്ടിൻ്റെ കേസിലാണെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത് ഈസ് ദ പാത്ത് വിച്ച് ജോയിൻസ് ദ ക്രിട്ടിക്കൽ ഇവൻറ്റ്സ് ഹാവിങ് 0 ഓർ മിനിമം സ്ലാക്ക് അറ്റ് ദ ഇവൻറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു പെർട്ട് എന്ന് വെച്ചാൽ ഇവൻറ്റ് ഓറിയൻറ്റഡ് ആണ്, ആക്ടിവിറ്റി ഓറിയൻറ്റഡ് അല്ല, ഇവൻറ്റ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ സ്ലാക്ക് 0 വരുന്ന ഇവൻറ്റുകളെല്ലാം ഒരുമിച്ച് വരച്ച് കിട്ടുന്ന പാത്തിനെയാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് പെർട്ടിൻ്റെ കേസിൽ. ഇനി ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ റിപ്പീറ്റേറ്റീവ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ്. അപ്പോൾ റിപ്പീറ്റേറ്റീവ് ആക്ടിവിറ്റീസ് വരുന്ന പ്രോജക്റ്റുകൾക്കാണ് CPM അനാലിസിസ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റിക്കമെൻഡഡ് ഫോർ നോൺ റിപ്പീറ്റേറ്റീവ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി. അധികം റിപ്പീറ്റേഷൻ വരാത്ത റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പോലത്തെ പ്രോജക്റ്റുകൾക്കും ആക്ടിവിറ്റിക്കുമാണ് പെർട്ട് അനാലിസിസ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് പെർട്ട് എന്ന് പറയുന്ന ആ ഒരു നെറ്റ്വർക്ക് അനാലിസിസിനെ പറ്റിയിട്ട് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ.